അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചകന്മാരുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹംസ ഡോൺസ് എഴുതിയ ഫ്രം ദ ഡിവൈൻ റിയാലിറ്റി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു വ്യക്തി രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് അയാൾ ഉറക്കമുണരുന്നത് ഒരു ആഡംബര വിമാനത്തിലാണ്. അയാൾക്ക് വേണ്ട സകല സുഖ സൗകര്യങ്ങളും ആ വിമാനത്തിൽ ലഭ്യമാണ്. എങ്കിലും അയാൾ അസ്വസ്ഥനാണ്. കാരണം എന്താ? എങ്ങനെ ഞാനിവിടെ എത്തി? തലേ ദിവസം എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയ ഞാൻ ഇന്ന് വിമാനത്തിൽ എങ്ങനെ എത്തി? ഈ യാത്രയുടെ ഉദ്ദേശം എന്താണ്? എന്നെ ആരാണ് ഇവിടെ എത്തിച്ചത്? ഇനി ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ തുടങ്ങിയ ഒട്ടനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതുവരെ അയാൾ അസ്വസ്ഥനാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത് ആ വിമാനത്തിലേക്ക് അയാളെ എത്തിച്ച ആ വിമാനത്തിൻ്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ വിമാനത്തെ നിയന്ത്രിക്കുന്ന പൈലറ്റിനോ ആണ്. ഈ സംഭവ കഥ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം മനുഷ്യനെ ദുനിയാവിലേക്ക് അയച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം വ്യക്തമായി പറഞ്ഞു തരേണ്ടതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നിരിക്കെ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവരായ അമ്പിയാക്കളെ നിയമിക്കുന്നു. അമ്പിയാക്കൾ എന്തിനെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഈ സംഭവ കഥയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനിയും പ്രവാചകരുടെ ആവശ്യകതകൾ അന്വേഷിക്കുന്നുവെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അക്കമിട്ടുകൊണ്ട് പറയാം. ഒന്നാമതായി, മനുഷ്യർക്ക് വിജ്ഞാനം ലഭിക്കാൻ ഒട്ടനേകം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളുമെല്ലാം അതിൽപ്പെട്ടതാണ്. എന്നാൽ ദുനിയാവിൽ അല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിലേക്കും ആവശ്യമുള്ള അനേകം കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ അമ്പിയാക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ആവശ്യകത തീർച്ചയാണെന്ന് നമുക്ക് മനസ്സിലാകും. രണ്ടാമതൊരു കാരണം സൂചിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സഖറ ലക്കും മാഫിൽ അർദി ജമിയ. ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ അതിന് പ്രത്യുപകാരം ചെയ്യുക എന്നത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. എന്നിരിക്കെ അള്ളാഹു ഇത്രത്തോളം അനുഗ്രഹങ്ങൾ, അനേകമായിരം അനുഗ്രഹങ്ങൾ മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നിട്ട് മനുഷ്യനെ വകവെച്ച് തന്ന് അതിനുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രത്യുപകാരം നാം തിരിച്ചു ചെയ്യുക എന്നത് നമുക്ക് അത്യാവശ്യമാണ്. അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിലൂടെ ആവുക എന്നതും ആവശ്യമാണ്. അതിനാൽ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തരുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്, എന്തെല്ലാം ഇബാദത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ടതെന്നെല്ലാം പ്രവാചകന്മാരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മാർഗങ്ങളിലൂടെയാണ് അള്ളാഹുവിനോടുള്ള പ്രത്യുപകാരം നാം വെളിവാക്കുന്നത്. മൂന്നാമതൊരു കാരണം പ്രവാചകന്മാരുടെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഭൗതിക ജീവിതത്തിന് പുറമെ, നൈമിഷികമായ ദുനിയാവിലെ ജീവിതത്തിന് പുറമെ ശാശ്വതമായൊരു പരലോക ജീവിതമുണ്ട്. ഇതൊരു ഇടത്താവളം മാത്രമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ പരലോകത്തിനെക്കുറിച്ചോ ഖബർ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ലഭ്യമാവുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാർ നമ്മളോട് ഖബർ ജീവിതത്തെക്കുറിച്ചും ശാശ്വതമായ പരലോക ജീവിതത്തെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു തരുന്നു. ഇതിലൂടെ നാം അതിനെക്കുറിച്ചൊരു ബോധ്യം രൂപീകരിക്കുകയും ദുനിയാവിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ അമ്പിയാക്കളുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ടാവും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, വിവേകമുണ്ടായിക്കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങളെടുക്കുമ്പോൾ ആ കാര്യങ്ങളിലെല്ലാം നന്മയും തിന്മയും വേർതിരിച്ച് കാണിച്ചു തന്നുകൊണ്ട് മനുഷ്യൻ്റെ നിയമവ്യവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി കാണിച്ചു തരുന്നത് അമ്പിയാക്കളാണ്. നമുക്കറിയാം, പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഓരോ സാധനങ്ങൾക്കും ഓരോ നിയമവ്യവസ്ഥയുണ്ട്. മാവിൽ നിന്ന് മാങ്ങ കായ്ക്കുന്നു, ചക്കയിൽ നിന്ന് ചക്ക കായ്ക്കുന്നു. എന്നിരിക്കെ മനുഷ്യൻ്റെ നിയമവ്യവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കി കാണിച്ചു തരുന്നത് പ്രവാചകന്മാരാണ്. ശറഹുൽ അഖായിദയിൽ വ്യക്തമായി പറയുന്നുണ്ട്, വഫി ഇർസാലി റുസുലി ഹിക്മത്തുൻ വഖദ് അർസലല്ലാഹു തആല റുസുലൻ മിനൽ ബശരി ഇലൽ ബശരി മുബശ്ശിരീന വ മുൻദിരീന മുബയ്യിനീന ലിന്നാസി മാ യഹ്താജുനു ഇലൈഹി മിൻ ഉമൂരി ദീനി വദ്ദുനിയ. അതായത് മതത്തിലും ദുനിയാവിലും ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു തരികയും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു തരികയും നരകത്തെക്കുറിച്ചുള്ള താക്കീത് തരികയും ചെയ്യുന്ന മുർസലീങ്ങളെ മനുഷ്യരിൽ നിന്ന് തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ശറഹുൽ അഖായിദയിൽ വ്യക്തമായി പറയുന്നുണ്ട്.
പറഞ്ഞു വരുന്നത് പ്രവാചകന്മാരുടെ അസ്തിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ആവശ്യകതകളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്ന ഒരാൾക്ക് വ്യക്തമായ കാരണങ്ങൾ ഇതിൽ നിന്ന് തന്നെ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വ്യക്തമായി. ആമന്തു ബില്ലാഹി വറസൂലിഹി ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.